ഹായ് എവരിവൺ, വെൽക്കം ടു ട്രാവൽ വൈബ്സ്. കെനിയയുടെ വന്യമായ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാണ്. ഞാൻ കെനിയയിൽ എത്തിയതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുൻപ് 2 വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതുകൂടി കണ്ട ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആസ്വദിച്ചത് മനുഷ്യരാശിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലെ കാഴ്ചകളായിരുന്നു. നമ്മൾ ഇനി പോകുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ ഐതിഹാസികമായ മസായ് മാരയിലേക്കാണ്. ബിഗ് 5 അനിമൽസിനെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ കാണാൻ കഴിയുക എന്നൊരനുഭവമാണ് അവിടെ നമുക്കുള്ളത്. 2 ദിവസം ഞങ്ങൾ മസായ് മാരയിൽ ചെലവിട്ടിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ റിഫ്റ്റ് വാലിയിൽ നിന്ന് മസായ് മാര വരെയുള്ള യുണീക്കായിട്ടുള്ള കാഴ്ചകളും മസായ് മാരയിൽ ഒരു ചെറിയ ഗെയിം ഡ്രൈവ് നടത്തിയ വിശേഷങ്ങളുമാണ് കവർ ചെയ്യുന്നത്. അടുത്ത ദിവസം ഒരു ഫുൾ ഡേ മസായ് മാരയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് കൂടുതൽ ഉള്ളിലേക്ക് ഞങ്ങൾ പോകുന്നതും മാരാ നദിയുടെ അടുത്ത് പോകുന്നതും എല്ലാം. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. തുടർച്ചയായി ഒരുപാട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതിന് പകരമായി ചെയ്യുന്ന വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്തി ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം ദ ഗ്രേറ്റ് മസായ് മാരയിലേക്ക്. നൈറോബിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂറായി. 6 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഉത്ഭവിച്ച റിഫ്റ്റ് വാലിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി കേന്ദ്രങ്ങളിലൊന്നിലേക്കാണ്. 1510 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള തെക്കു പടിഞ്ഞാറൻ കെനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഐതിഹാസികമായ മസായ് മാരയിലേക്കാണ് നമ്മുടെ യാത്ര. പുറത്ത് കാണുന്ന കാഴ്ചകളെല്ലാം എനിക്ക് കൗതുകമുള്ളതായിരുന്നു. കെനിയയിലെ തെരുവുകളും പട്ടണങ്ങളും അവിടെ മുഴങ്ങുന്ന ജീവിതങ്ങളും എല്ലാം. കെനിയയിലെ ഏതൊരു ചെറിയ തെരുവിലൂടെയും പട്ടണത്തിലൂടെയും യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സഫാരി മൊബൈൽ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ്. ഈ പച്ച നിറത്തിൽ പെയിൻ്റ് അടിച്ച് കാണുന്ന പരസ്യങ്ങളെല്ലാം സഫാരി മൊബൈലിൻ്റെയാണ്. സഫാരി മൊബൈലിൻ്റെ അതുപോലെ അവരുടെ മൊബൈൽ പേയ്മെൻറ്റ് സംവിധാനമായ എംപസയുടെയും. എംപസ എന്ന് പറയുന്നത് കെനിയയിലൊരു മൊബൈൽ പേയ്മെൻറ്റ് സംവിധാനമാണ്. നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ, പക്ഷേ ഗൂഗിൾ പേക്കാൾ വളരെ മുമ്പ് നിലവിൽ വന്നൊരു സംവിധാനമാണത്. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമില്ല, അതുപോലെ ഇൻ്റർനെറ്റും ആവശ്യമില്ല. സാധാരണ ബേസ് ഫോൺ ഉണ്ടായിരുന്നല്ലോ നോക്കിയൊക്കെ, ആ സമയത്ത് നിലവിൽ വന്നതാണിത്. ഇത് കെനിയയിലെ 90% പേര് ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്. സാധാരണ പലചരക്ക് കടകളിലും എല്ലാം എവിടെയും ഗൂഗിൾ പേ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എംപസ സംവിധാനം. കെനിയയിലുണ്ടായിരുന്ന സമയത്ത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എംപസ സർവീസായിരുന്നു. കാരണം ഇത് എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ചേഞ്ചിൻ്റെ പ്രശ്നം വരില്ല. അതുകൊണ്ട് തന്നെ സൗകര്യമായിരുന്നു ഈ എംപസ വഴിയുള്ള പേയ്മെൻറ്റ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും പോകാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു സ്ഥലമാണ് കെനിയ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് നാൾ ബക്കറ്റ് ലിസ്റ്റിലിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ഒരുപാട് നാൾ ആഗ്രഹിച്ച സ്ഥലമൊന്നുമല്ല. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു കെനിയയിലേക്കുള്ള എൻ്റെ യാത്ര. ഈ യാത്രയിൽ ഒരു മുൻപരിചയമില്ലാത്ത 8 ടൂറിസ്റ്റുകളായിരുന്നു ഞങ്ങൾ. ആ 8 പേരും 5 വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവർക്കും ഇടയിൽ കുറച്ച് അപരിചിതത്വമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി. ചൈനയിൽ നിന്നുള്ള സോളോ ട്രാവലറായ ലില്ലി ആയിരുന്നു ഒന്ന്. സിറൂണും അമ്മയും ഒരുമിച്ചാണ് വന്നത്. അവർ അർമേനിയക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരിയായിരുന്നു സ്ലീന. ഷാവനും അതുപോലെ ഗ്രേസും ചൈനയിൽ നിന്ന് ഒരുമിച്ച് വന്നതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് മലേഷ്യക്കാരിയായ മിഷേലായിരുന്നു. ഞങ്ങളുടെ വാഹനം അങ്ങനെ മസായ് മാര ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പുറത്തുള്ള കാഴ്ചകൾ ഓരോന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു മരം എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ആ വൃക്ഷം വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു ആ മരത്തെക്കുറിച്ച്. യൂഫോബിയ ആണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞു. വരണ്ട കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ് യൂഫോബിയ. കള്ളിച്ചെടി പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ കട്ടിയുള്ള ഭാഗത്ത് ഇത് വെള്ളം ശേഖരിച്ചു വെക്കുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിൽ, അതായത് കെനിയ, ഉഗാണ്ട, എത്യോപ്യ, ടാൻസാനിയ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പരമ്പരാഗതമായി ഇത് നാടോടി വൈദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പല്ലുവേദന, അതുപോലെ മുറിവുകൾ, ചർമ്മരോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടത്രേ. പക്ഷേ ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കേണ്ടത്. വിഷാംശം ഉള്ളതുകൊണ്ട് തന്നെ ഇത് മൃഗങ്ങളൊന്നും കഴിക്കില്ല. ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ ഈ മരത്തിന് ആത്മീയ സംരക്ഷണ ശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ മരത്തെ അവർ പുണ്യവൃക്ഷമായിട്ട് കണക്കാക്കുന്നുണ്ട്.
ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും എന്തെല്ലാം അറിവുകളാണല്ലേ ഒളിഞ്ഞിരിക്കുന്നത്. വഴിയിൽ കാണുന്ന ഒരു കാഴ്ചയും ഞാൻ മിസ്സാക്കുന്നില്ല. എല്ലാം കൗതുകത്തോടെ കണ്ടും മൊബൈലിൽ പകർത്തിയുമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ ചോളം ചുട്ടെടുത്ത് വിൽക്കുന്ന കെനിയൻസിനെ കണ്ടു. ചോളം കർഷകർ തന്നെയാണ് മിക്കവാറും ഇങ്ങനെ വിൽപ്പന നടത്തുന്നത് എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കെല്ലാം വിൽപ്പന നടത്തി അതിലൂടെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. മിഷേലിന് അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. കൈ കാണിച്ചപ്പോൾ കച്ചവടക്കാരൻ പുറകെ വരികയും ചെയ്തു. പക്ഷേ ഡ്രൈവർ വണ്ടി നിർത്താത്തതുകൊണ്ട് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ മണ്ണിന് പോലും ഒരു പ്രത്യേക നിറമുള്ളതായിട്ട് എനിക്ക് തോന്നി. കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറക്കെയായിട്ട്. അതിൻ്റെ കാര്യം അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഇത് റിഫ്റ്റ് വാലിയോട്ട് ചേർന്നുള്ള ഭാഗമാണ്. റിഫ്റ്റ് വാലിയിൽ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പുരാതന കാലത്ത് ഒരു പക്ഷേ ഈ ഭാഗത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലാവാപ്രവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണാണ് ഈ ഭാഗത്തുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക നിറയായിട്ട് കാണപ്പെടുന്നത്. ഇത് കൃഷി ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ എത്ര പരിക്കൻ പ്രദേശമായിട്ടും ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചോളം ഉൾപ്പെടെയുള്ള ചോളം കൃഷി ചെയ്തിരിക്കുന്ന ഒരു കൃഷിയിടമാണ് ഈ കാണുന്നത്. കെനിയയിലുള്ള മെയിൻ സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ഇങ്ങനെയുള്ള ചെറിയ അങ്ങാടികളാണ്. ഇതാണ് ആഫ്രിക്കയുടെ വൈബ് വരുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശത്തെക്കുറിച്ചിട്ട്. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ നാട് എല്ലാം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചത് കാണുന്ന സമയത്ത്. ഒരു 40 അല്ലെങ്കിൽ 50 വർഷം മുൻപ് നമ്മുടെ നാടും ഇതുപോലെ ചെറിയ അങ്ങാടിയൊക്കെ തന്നെ ആയിരിക്കും. അതിനുശേഷമല്ലേ നമ്മുടെ നാടും ഒക്കെ ഡെവലപ്പായിട്ട് വലിയ കെട്ടിടങ്ങളും വലിയ കടമുറികളൊക്കെ എല്ലായിടത്തും വരാൻ തുടങ്ങിയത്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രദേശത്ത് കൂടെ ഒന്ന് യാത്ര ചെയ്യണം. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ എത്രത്തോളം ലക്കിയാണ് അല്ലേ, എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡരികിൽ ചെറിയ ഷെഡുകൾ കെട്ടിയിട്ട് അതിൽ പച്ചക്കറികൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടു. അതിൽ മിക്കവാറും പേര് പ്രാദേശികരായിട്ടുള്ള കർഷകർ തന്നെയാണ്. അവരുടെ വീട്ടിലും അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ റോഡരികിൽ വന്നിട്ട് കച്ചവടം നടത്തുന്നവരാണ്. അതിലും റീസെല്ലർമാരുണ്ടാവും. പക്ഷേ അവരും സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രാദേശികരായിട്ടുള്ള കർഷകരിൽ നിന്ന് നേരിട്ട് തന്നെ ആയിരിക്കും. അവരുടെ ഉൽപ്പന്നങ്ങൾ ദൂരെ പട്ടണങ്ങളിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നതിന് പകരമായിട്ട് ഇടനിലക്കാരെ ഒഴിവാക്കി അവരവരുടെ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന സാധാരണ കെനിയക്കാരെയാണ് നമ്മൾ വഴിയരികിൽ കാണുന്നത്. ഞങ്ങളുടെ വാഹനം നാരോക്ക് എന്ന് പേരുള്ള ഒരു ചെറിയ പട്ടണത്തിലെത്തി. ഇനി ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് മസായി മാരയിലേക്ക്. ഒന്ന് റീഫ്രഷ് ആകുന്നതിനായിട്ട് കുറച്ച് സമയം വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്കടുത്തേക്ക് മസായി ക്ലോത്തും അതുപോലെ കരകൗശല വസ്തുക്കളെല്ലാം വിൽപ്പന നടത്തുന്ന ഒരു വഴിയോര കച്ചവടക്കാരൻ വന്നു. മനോഹരമായി പലതും സംസാരിച്ചുകൊണ്ട് ഞങ്ങളെക്കൊണ്ടെല്ലാം ഓരോന്നും വാങ്ങിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇങ്ങനെയുള്ള കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്താണ് വാങ്ങിക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളുടെ അടുത്ത് സാധനങ്ങൾക്ക് ഇരട്ടി വിലയാണ് ഇവരാദ്യം പറയുക. ഇത് മസായികളുടെ ക്ലോത്താണെന്നും മസായിമാരയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും ഇത് വാങ്ങിക്കാറുണ്ടെന്നും മസായിമാരയിൽ ചെന്ന് കഴിഞ്ഞാൽ മസായികളെപ്പോലെ തന്നെ തോന്നുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിരൂൺ അത് വാങ്ങിച്ചു. കുറേ സമയമായിട്ട് വണ്ടി തന്നെ ഇരിക്കുകയാണല്ലോ. ഞാൻ എന്തായാലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചുറ്റുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടുവന്നു. ലാൻഡ് ക്രൂയിസറിൻ്റെ ഇത്തരം വാഹനങ്ങൾ സഫാരി ചെയ്യാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വെഹിക്കിളാണിത്. അതുപോലെ ഇതിൻ്റെ പുറകിൽ നമുക്ക് 2 സ്റ്റെപ്പിനി ടയറുകൾ കാണാൻ പറ്റും. കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ അല്ലേ സഫാരി ചെയ്യുന്നത്. അതുപോലെ പറയാൻ പറ്റില്ലല്ലോ ഒരു ടയറാണോ 2 ടയറാണോ പഞ്ചറാവോ. പിന്നെ അടുത്തുനിന്ന് വർക്ക്ഷോപ്പും ഉണ്ടാവില്ല. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ്. അതുപോലെ ഗെയിം ഡ്രൈവിൻ്റെ സമയത്ത് മൃഗങ്ങളെല്ലാം കാണുന്നതിനായിട്ട് ഈ വാഹനത്തിൻ്റെ മുകൾ ഭാഗം പൊക്കി വെക്കാനുള്ള സൗകര്യവും ഉണ്ട്. അങ്ങനെ നാരോക്കുന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. മസായിമാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജെയിംസ് പറഞ്ഞു എല്ലാവരും ഒരു ഫ്രീ മസാജിന് റെഡി ആയിക്കോളൂ എന്ന്. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് മെയിൻ റോഡിൽ നിന്ന് ഒരു മൺപാതയിലേക്ക് വണ്ടി തിരിഞ്ഞു. കുണ്ടും കുഴികളും പൊടിയും നിറഞ്ഞ വഴിയിലൂടെ വണ്ടിയുമായി ജെയിംസ് ചീറിപ്പായാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഫ്രീ മസാജ് എന്താണെന്ന്. നീണ്ട യാത്രക്കൊടുവിൽ അവസാനം നമ്മൾ മസായിമാരയുടെ പ്രവേശന കവാടത്തിലെത്തി. ഡ്രൈവർ ജെയിംസ് വാഹനത്തിൻ്റെ റൂഫ് ഉയർത്തി. ഇനി നമുക്ക് നേരെ നിന്നുകൊണ്ട് മസായിമാരയുടെ ആഴമുള്ള സൗന്ദര്യം കാണാം.
എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വാഹനത്തിനുള്ളിൽ ഒരു തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. She's already thinking about tomorrow's time. She's like, what time do I need to wake up for? അപ്പോഴാണ് വാഹനത്തിൻ്റെ അടുത്തേക്ക് പ്രത്യേക വേഷത്തിൽ നിരവധി സ്ത്രീകൾ വന്നത്. ദേഹം മുഴുവൻ ആഭരണങ്ങളും കടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളുമൊക്കെയായി. മരം കൊണ്ട് നിർമ്മിച്ച ചെറിയ മൃഗങ്ങൾ, അതുപോലെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും എല്ലാം നിർമ്മിച്ച ശില്പങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ വിൽപ്പന നടത്തുന്ന മസായി ഗോത്രത്തിലെ സ്ത്രീകളായിരുന്നു അത്. മസായിമാരുടെ ഈ കവാടം കടന്നാൽ നമ്മൾ എത്തുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. മൃഗങ്ങളുടെ ഒരു സാമ്രാജ്യം. അവിടെ മൃഗങ്ങളാണ് അധിപന്മാർ. അതുപോലെ മൃഗങ്ങളോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുന്ന മസായി എന്ന ഗോത്രക്കാരും. നമ്മൾ അവിടുത്തെ അതിഥികൾ മാത്രമാണ്. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അവരുടെ ജീവിതം കാണാനും അനുഭവിക്കാനും കടന്നു ചെല്ലുന്നവർ. മസായി എന്ന ഗോത്രത്തിൻ്റെയും മാര എന്ന നദിയുടെയും പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. മസായിമാരയുടെ കവാടം കടന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ആ അത്ഭുത ലോകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. മസായിമാരയുടെ പുൽമേടിലേക്ക് പ്രവേശിച്ചതോടെ വാഹനത്തിലുണ്ടായിരുന്ന വയർലെസ് സംവിധാനം ഡ്രൈവർ ജെയിംസ് പ്രവർത്തിപ്പിച്ചു. ഡ്രൈവർമാർക്കിടയിലുള്ള ഏകോപനത്തിനും അതുപോലെ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വയർലെസ് സംവിധാനം ഉള്ളത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഡ്രൈവർ ഏതെങ്കിലും മൃഗത്തേക്ക് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വയർലെസ് സംവിധാനത്തിലൂടെയാണ് എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുന്നതും അതുപോലെ ബാക്കിയുള്ളവർക്ക് കൂടെ അത് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതൊക്കെ. എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള കുതിരമാനാണിത്. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലൂടെ ഈ വാഹനത്തിൽ ഒരു കൂട്ടിലെന്ന പോലെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തിറങ്ങില്ല. അതുകൊണ്ട് തന്നെ സഫാരി വാഹനങ്ങൾ കാണുമ്പോൾ മൃഗങ്ങളൊന്നും ഓടി ഒളിക്കുകയുമില്ല. നമ്മളാരും അവരെ ഉപദ്രവിക്കില്ല. എത്ര വന്യമൃഗമാണെങ്കിലും തിരിച്ച് അവർ നമ്മെ ഉപദ്രവിക്കുന്നില്ല. മസായിമാര എന്നത് ഒരു കാട് എന്ന് പറയാൻ പറ്റില്ല. അതൊരു പുൽമേടാണ്. അങ്ങിങ്ങായി അക്കേഷ്യ, സോസേജ് ട്രീ, ഫിജി ട്രീ പോലുള്ള മരങ്ങളും കാണാം. മസായിമാരുടെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ അവിടെ നമുക്ക് ബിഗ് 5 അനിമൽസിനെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ നേരിട്ട് കാണാം എന്നുള്ളതാണ്. ബിഗ് 5 അനിമൽസ് എന്ന് പറഞ്ഞാൽ സിംഹം, പുള്ളിപ്പുലി, കണ്ടാമൃഗം, ആന, ആഫ്രിക്കൻ എരുമ എന്നിവയാണ്. അതിൽ പുള്ളിപ്പുലിയാണ് നമ്മുടെ മുൻപിൽ രാജാവിനെ പോലെ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നത്. ആഫ്രിക്കൻ ബഫലോയുടെ ഒരു വലിയ കൂട്ടം തന്നെ അവിടെ കണ്ടു. നമുക്കിതൊട്ട് പുതുമയില്ലാത്തതാണ്. പക്ഷേ എൻ്റെ കൂടെ വന്നവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ മസായിമാരൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു 2 മണിക്കൂർ കൂടെയൊക്കെ ഞങ്ങൾക്ക് മസായിമാരയിൽ ചിലവഴിക്കാൻ കഴിയുള്ളൂ. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോവുകയും വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ കാടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ ഇന്ന് പോകുന്നില്ല. നാളത്തെ ദിവസം മസായിമാരയിൽ മുഴുവനായിട്ട് ചിലവഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും തുടർച്ചയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പുസ്തകങ്ങളിലും ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള പലതരം മൃഗങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം വാഹനത്തിൽ വയർലെസ് സംവിധാനം ഉള്ളതാണ്. അതിലേക്ക് മെസ്സേജ് വരുന്ന സമയത്ത് ഡ്രൈവർ അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾക്ക് മൃഗങ്ങളെ കാണാനും കഴിയും. Yeah, we have 2 types of zebra. It's called the gravy zebra. I haven't seen that one yet. Gravy. കെനിയയിൽ ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുന്നത് ജൂലൈ അവസാനം അതുപോലെ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മസായിമാര കാണാനായിട്ട് വരുന്നത്. എന്നിരുന്നാൽ കൂടെ നല്ല തിരക്കുള്ള സമയമായിരുന്നു ഞങ്ങൾ മസായിമാരിലെത്തിയ സമയത്തും. മസായിമാര എന്ന പുൽമേടിനിടയിലൂടെയുള്ള മൺപാതകളിലൂടെ സ്വൈരവിഹാരം നടത്തുന്ന പലതരത്തിലുള്ള മൃഗങ്ങളെ കണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വൈബ് തന്നെയായിരുന്നു അത്. ഞങ്ങളങ്ങനെ സഫാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ കായകളൊക്കെയുള്ള ഒരു മരം കണ്ടു അവിടെ. അതിൻ്റെ പേര് സോസേജ് ട്രീ ആണെന്ന് പറഞ്ഞു. ഈ മരത്തിലുണ്ടാകുന്ന പഴം ഉപയോഗിച്ചുകൊണ്ട് പല ആഫ്രിക്കൻ ഗോത്രങ്ങളും പാരമ്പര്യമായിട്ട് മദ്യം ഉണ്ടാക്കും അത്രേ. പക്ഷേ ഇതിൽ വിഷാംശം ഉള്ളതുകൊണ്ട് അത് നേരിട്ടിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് ചില പ്രത്യേക പ്രോസസ്സൊക്കെ നടത്തിയിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് അത് കൊണ്ട് മദ്യം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അത് ഈ ഗോത്രവർഗ്ഗക്കാർ അവരുടെ പരമ്പരാഗതമായ ചടങ്ങുകളിലും ഒത്തുചേരലുകളിലൊക്കെ ഈ മദ്യം ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. പിന്നെ രസകരമായിട്ട് തോന്നിയത് ഈ പഴം പൂർണ്ണ വളർച്ചയെത്തുന്ന സമയത്ത് 2 അടി നീളവും അതുപോലെ 10 കിലോ വരെ തൂക്കവും വെക്കും അത്രേ. കിഴക്കൻ ആഫ്രിക്കൻ നാടോടി കഥകളുടെ ഒരു ഭാഗമാണ് ഈ സോസേജ് ട്രീ.
ചില ഗോത്രവർഗ്ഗങ്ങൾ ഈ പഴത്തിന് ആത്മീയമായ ശക്തിയുണ്ടെന്ന് വരെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ടോപ്പി. മാനുകളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതിൻ്റെ കാലുകളിൽ ഒരു കറുത്ത പാട് നമുക്ക് കാണാൻ കഴിയും. സ്റ്റൈലിഷ് മാൻ എന്നൊരു വിളിപ്പേര് കൂടെ ഉണ്ട് ഇതിന്. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു മാന് കൂടിയാണത്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടാൻ കഴിയുന്ന ഇവർക്ക് ചെറിയ ദൂരങ്ങളിൽ സിംഹങ്ങളെപ്പോലും കബളിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് പറയുന്നത്. ഞങ്ങളുടെ വണ്ടി അടുത്ത് ചെന്ന് നിന്നിട്ടോ അതൊന്നും ശ്രദ്ധിക്കാതെ പുമ്പ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മസായിമാര എന്ന ഈ പ്രദേശം വരുന്നത് കെനിയ, ടാൻസാനിയ എന്നീ 2 രാജ്യങ്ങൾക്കിടയിലാണ്. മാര എന്നൊരു നദിയാണ് ഈ 2 രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തിയായിട്ട് വരുന്നത്. ഈ മാര നദിയിലാണെങ്കിൽ നിറയെ ഹിപ്പോകളും അതുപോലെ മുതലകളൊക്കെ ഉണ്ട്. വേനൽക്കാലം ആകുന്നതോടെ ഈ ഭാഗത്തുള്ള പുല്ലുകളെല്ലാം മൃഗങ്ങൾ ഭക്ഷിച്ചു അതുപോലെ ഉണങ്ങിയും തീരും. അപ്പോൾ ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം മാരാ നദി മുറിച്ച് കടന്ന് ടാൻസാനിയയുടെ ഭാഗത്തേക്ക് പോകും. ആ സമയത്ത് അവിടെ മഴയെല്ലാം കഴിഞ്ഞ് പുതിയ പുല്ലുകൾ വന്നിട്ടുണ്ടാവും. ഈ മൃഗങ്ങളോടൊപ്പം തന്നെ ഈ ഭാഗത്തുള്ള മസായി ഗോത്രക്കാരും ഇതുപോലെ മാരാ നദി മുറിച്ച് കടന്ന് ടാൻസാനിയയുടെ ഭാഗത്തേക്ക് പോകും. അത് കഴിഞ്ഞ് കെനിയയുടെ ഈ ഭാഗത്ത് മഴക്കാലമെല്ലാം വരും. മഴയെല്ലാം കഴിഞ്ഞ് പുതിയ പുല്ലുകളെല്ലാം തളിർത്ത് വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ടാൻസാനിയയിൽ വേനൽക്കാലമായിട്ടുണ്ടാവും. അവിടെയുള്ള പുല്ലുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സമയത്ത് 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി 10,000 കണക്കിന് മൃഗങ്ങൾ ഈ മാരാ നദി മുറിച്ച് കടന്ന് ഒരു വരവുണ്ട്. അതിനെയാണ് ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മൃഗങ്ങൾ, അതും 10,000 കണക്കിന് മൃഗങ്ങൾ ഒരുമിച്ച് കുത്തൊഴുക്ക് പോലെ വരികയാണ്. അത് ഈ മാരാ നദി മുറിച്ച് കിടക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് മുതലകളുണ്ട്. അത് കുറേ പിടിച്ച് കഴിക്കും. എന്നാലും ബാക്കിയുള്ള മൃഗങ്ങൾ ഈ മാരാ നദി മുറിച്ച് കടന്ന് ഇങ്ങോട്ട് വരും. നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. മൃഗങ്ങളും അതുപോലെ മസായി ജനതയും മാരാ നദിക്ക് കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നു. രാജ്യങ്ങളുടെ അതിർത്തിയൊന്നും അവർക്ക് ബാധകമല്ല. ഇതൊരു ലോക മഹാത്ഭുതം തന്നെയാണ്. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഇത് കാണാൻ പറ്റില്ല. ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന ആ മഹാത്ഭുതത്തിന് അരങ്ങൊരുക്കിയിട്ട് മസായിമാരെ കാത്തിരിക്കുകയാണ്. Become dark. So these are Masai giraffes. Huh? We have 3 types of giraffes. Huh? ഇവിടെ 3 തരത്തിലുള്ള ജിറാഫ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കെല്ലാം ജിറാഫാണല്ലോ. പക്ഷേ ഇതിൻ്റെ കളറുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മസായി ജിറാഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ളതായിരുന്നു. വയർലെസ്സിലൂടെ ഇടതടവില്ലാതെ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കെനിയയുടെ ദേശീയ പക്ഷിയാണിത്. ഇതിൻ്റെ പേര് ലൈലാക്ക് ബ്രസ്റ്റഡ് റോളർ എന്നാണ്. Sabo cat? Yeah. Oh, it looks like a cat, doesn't it? മസായിമാരയിലെ ഭംഗിയുള്ള സൂര്യാസ്തമയം കണ്ട് ഇന്നത്തെ സഫാരി അവസാനിപ്പിച്ച് ഞങ്ങൾ ടെൻറ്റുകളിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും മസായിമാരയോട് ചേർന്ന് തന്നെയുള്ള ക്യാമ്പുകളിലാണ് താമസിക്കാൻ പോകുന്നത്. 8 പേരും വന്നിട്ടുള്ളത് വ്യത്യസ്തമായ ടൂർ ഏജൻറ്റ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ ഏരിയകളിലാണ്. ഞാനവിടെ മസായിമാരയിൽ താമസിച്ച ടൂറിസ്റ്റ് ക്യാമ്പിൻ്റെ പേര് റെയ്നോ ടൂറിസ്റ്റ് ക്യാമ്പ് എന്നായിരുന്നു. ഒരുപാട് ടെൻറ്റുകളുള്ള മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ക്യാമ്പ് തന്നെ ആയിരുന്നു അത്. അവിടെ തന്നെ ആയിരുന്നു മിഷേലും അതുപോലെ ലില്ലിയും താമസിച്ചിരുന്നത്. ബാക്കിയുള്ളവർക്ക് മറ്റു പല ക്യാമ്പുകളിലുമാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മസായിമാരോട് ചേർന്ന് തന്നെയുള്ള ഭാഗമായതുകൊണ്ട് വന്യജീവികളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. രാത്രിയിൽ ക്യാമ്പിൻ്റെ പല ഭാഗത്തും മസായികൾ കാവൽ നിൽക്കുന്നതായിട്ട് കണ്ടു. വന്യജീവികൾ വരുന്നത് ശ്രദ്ധിക്കാനും അതുപോലെ താമസക്കാർക്കുള്ള സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരുപാട് ടെൻറ്റുകളും അതിലേക്കെല്ലാം പല വഴികളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഏരിയക്കും ഓരോ പേരുകളുണ്ടായിരുന്നു. ഒഡിങ് അവന്യൂവിലെ 1965 നമ്പർ ടെൻറ്റിലാണ് അന്ന് ഞാൻ താമസിക്കാൻ പോകുന്നത്. മസായിമാരയിലെ ആ ടെൻറ്റിനുള്ളിലെ രാത്രി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നാളെ അതിരാവിലെ ഉണരണം. നാളത്തെ പകൽ മുഴുവൻ ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് മസായിമാരയിലെ വന്യജീവികൾക്കിടയിലാണ്. ആ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.